ഹായ് ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4th സെമസ്റ്റർ ഫിസിക്സിൽ ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ മുൻ വർഷങ്ങളിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് എസ്സേസിലും അതേപോലെ ഷോർട്ട് എസ്സേയിലും ഒക്കെ ചോദിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇറ്റ്സ് കോൾഡ് മാക്സ്വെൽസ് ഇക്വേഷൻ. നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നൊന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിസ്കസ് ഹൗ മാക്സ്വെൽ മോഡിഫൈഡ് ദ ആംബിയസ് ലോ ഇൻ ദ കേസ് ഓഫ് ടൈം വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവുക. 2024 അതേപോലെ 2023 ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ എന്തുണ്ടാവും? ചെറിയ അഡീഷനും കൂടെ ഉണ്ടാവാം. എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ കൂടെ എക്സ്ട്രാ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കണം ഇതിനെ ആൻസർ ചെയ്യേണ്ടി വരിക എന്നൊക്കെ നമുക്ക് അറിയണം എന്നുള്ളതാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും മാഗ്നറ്റോസ്റ്റാറ്റിക്സിലൊക്കെ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡൊക്കെ ബിഹേവിയർ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ പല ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഗോസ് ലോ എന്ന് പറയുന്നത്. ഈ ഗോസ് ലോ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ള ലോ ആയിരുന്നു. അതേപോലെ ഫാരഡേസ് ലോ ഉണ്ട്, ആംബിയസ് ലോ ഉണ്ട്. അതേപോലെ തന്നെ ഈ ലോവിനെ വേണമെങ്കിൽ നമുക്ക് പേരില്ലാതെയും പറയാം. അതേപോലെ തന്നെ വേണമെങ്കിൽ ഗോസ് ലോ ഇൻ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്നും പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി മാക്സ്വെല്ലിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഇലക്ട്രോഡൈനാമിക്സിൽ നടത്തുന്നതിന് മുമ്പ് തന്നെ ഇത്രയും ലോസ് എന്തുണ്ടായിരുന്നു? നമ്മുടെ ഇലക്ട്രോഡൈനാമിക്സിലുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും എന്തല്ല, ഒരു യൂണിഫൈഡ് ഫോമിൽ ഒരു സിംഗിൾ ഫ്രെയിം വർക്കിലേക്ക് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. മാക്സ്വെൽ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്നുള്ള ഈ ലോസിൽ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് അതിനെന്ത് ചെയ്തു? ഒരു കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറീനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ഫ്രെയിം വർക്ക് ഉണ്ടാക്കി എന്നുള്ളതാണ് മാക്സ്വെൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണ് മാക്സ്വെൽ ചെയ്തതെന്നാണ് മൊത്തമായിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഓൾറെഡി ഉണ്ടായിരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ലോസ് ഏതൊക്കെയായിരുന്നു നോക്കാം. അതിൻ്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഇൻട്രഡക്ഷൻ ഞാൻ തരാം. അതിൽ ഫസ്റ്റ് ലോ ആണ് നമ്മുടെ ഗോസ് ലോ എന്ന് പറയുന്നത്. ഈ ഗോസ് ലോ എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. എല്ലാ ലോസിൻ്റെയും ഡിഫറൻഷ്യൽ ഫോമാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 ആൻഡ് ഇ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡാണ്. റോ എന്ന് പറയുന്നത് നമ്മുടെ ചാർജ് ഡെൻസിറ്റിയാണ്. ഓക്കെ, ചാർജ് ഡെൻസിറ്റി എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡിനെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് അതാണ് ഫസ്റ്റ് ലോ, അതായത് ഗോസ് ലോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് ഒരു പേരില്ല. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഗോസ് ലോ ഇൻ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് വിളിക്കാൻ പറ്റും. ഈ ലോ പറയണത് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്നുള്ളതാണ്. എന്താ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്ന് പറയുന്നത്? നമ്മൾ മാഗ്നറ്റ് പഠിക്കുന്ന സമയത്തേ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു മാഗ്നറ്റ്, ഒരു നോർമൽ ഒരു മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് എന്തുണ്ടാവും? 2 പോൾസ് ഉണ്ടാവും എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഒരു പോളിൽ നിന്ന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഒരു പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത പോളിൽ എൻഡ് ചെയ്യും. ഓക്കെ, ഇതായിരുന്നു നമ്മൾ മാഗ്നറ്റിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന കാര്യം. ഈ രണ്ടാമത്തെ ലോ പറയണത് ഈ മാഗ്നറ്റിക് മോണോപോൾസ് എന്ന് പറയണത് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ളതാണ്. അതായത് മാഗ്നറ്റിക് മോണോപോൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. മോണോപോൾ ഒറ്റ പോള് മാത്രമായിട്ട് മാഗ്നറ്റിക് ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല. ഓക്കെ, മൂന്നാമത്തെ ലോ എന്ന് പറയുന്നത് ഫാരഡേസ് ലോ ആണ്. നമ്മുടെ ഈ ഫാരഡേ ലോ പറയണത് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് നമ്മുടെ ഫാരഡേസ് ലോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡെൽ ക്രോസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ആൻഡ് ദ ഫൈനൽ വൺ ആംബിയസ് ലോ പറയണത് ഇവിടെ നോക്കിയോളെ, ഡെൽ ക്രോസ് ബി ഈക്വൽ ടു മ്യൂ 0 ജെ എന്നുള്ളതാണ്. ആൻഡ് ഈ ജെ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കറണ്ട് ഡെൻസിറ്റിയാണ് ജെ എന്ന് പറയുന്നത്. ഒരു കറണ്ട് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ ആംബിയസ് ലോ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതായിരുന്നു നമുക്ക് തുടക്കത്തിലുണ്ടായിരുന്ന, അതായത് നമ്മൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സിലും ഇലക്ട്രോസ്റ്റാറ്റിക്സിലും ഒക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന 4 ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, മാക്സ്വെൽ വന്നതിന് ശേഷം മാക്സ്വെൽ ഈ 4 ലോസിനെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്ത സമയത്ത് ഇതിൽ ഒരു ലോയിൽ എന്തോ ഒരു പ്രശ്നം കിടക്കേണ്ട, ഒരു ഇൻകൺസിസ്റ്റൻസി ഇതിലൊരു ലോയിലുണ്ടെന്ന് മാക്സ്വെല്ലിന് മനസ്സിലായി. ആൻഡ് ആ ഇൻകൺസിസ്റ്റൻസി മാറ്റിയിട്ട് ഈ 4 ലോവിനെയും എങ്ങനെ ഒരു നല്ല ഫോമിലാക്കാം, ഒരു സിംഗിൾ ഫ്രെയിം വർക്കിലേക്ക് ആക്കാം എന്നുള്ളത് മാക്സ്വെൽ എന്ത് ചെയ്തു? നോക്കിയ സമയത്താണ് എന്തായിരുന്നു ഇൻകൺസിസ്റ്റൻസി എന്ന് അറിയാനുള്ളത് നമുക്ക്. നിങ്ങൾ ഈ 2 ലോസ് നോക്കിയേ, ഫാരഡേസ് ലോവും അതേപോലെ ആംബിയസ് ലോ. ഈ 2 ലോവും നമ്മൾ കേളിൻ്റെ ഫോമിലാണ് കിടക്കണം. കേളല്ലേ, ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു ആണ്. ആൻഡ് ഹിയർ എന്താണ്? ഡെൽ ക്രോസ് ബി ഈക്വൽ ടു. രണ്ടും കേളിൻ്റെ ഫോമിലാണ് കിടക്കുന്നത്. നിങ്ങൾ മാത്സിൽ ഒരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ടാവും. മാത്തമാറ്റിക്കലി
ഒരു കേളിൻ്റെ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ കേളിൻ്റെ ഡൈവേർജൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. മാത്തമാറ്റിക്കലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഇത് എന്ത് ചെയ്തു നോക്കി? മാക്സ്വെൽ ആ ഐഡൻറ്റിറ്റി ഈ രണ്ട് ഫാരഡേസ് ലോയിലും അതേപോലെ ആംബിയസ് ലോയിലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. ഓക്കെ, അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് എന്തെടുക്കാം? നമ്മുടെ ഫാരഡേസ് ലോ എടുത്തു നോക്കാം. ഫാരഡേസ് ലോ പറയണ എന്തായിരുന്നു? ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്നുള്ളതാണ് നമ്മുടെ ഫാരഡേസ് ലോ. നമുക്ക് ഈ ഡൈവേർജൻസ് എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും ഡൈവേർജൻസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അങ്ങനെ അപ്ലൈ ചെയ്യണ സമയത്ത് ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു ഡെൽ ഡോട്ട് മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്ന് വരും. ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഡെല്ലിനെ ഡോ ബൈ ഡോ ടിനെ ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യണ സമയത്ത് എനിക്ക് വരാൻ പോകുന്നത് മൈനസ് ഡോ ബി ബൈ ഡോ ടി ഇൻറ്റു ഡെൽ ഡോട്ട് ബി എന്ന് വരും. നമ്മുടെ ഡെൽ ഓപ്പറേറ്ററും അതേപോലെ ഡോ ബൈ ഡോ ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻ്റർചേഞ്ചബിൾ ആയിട്ടുള്ള രണ്ട് ക്വാണ്ടിറ്റീസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് സിമ്പിളായിട്ട് അങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. നിങ്ങൾ ഇതിൽ ഈ സൈഡ് നോക്കിയേ, ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് ഇ, അതെന്തായിരിക്കും? ഒരു കേളിൻ്റെ ഡൈവേർജൻസ് എന്താണ്? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓൾറെഡി എന്ത് ചെയ്യാം? അതിനെ 0 ആയിട്ട് എഴുതാം. ആൻഡ് നമ്മൾ സെക്കൻഡ് ലോ പ്രകാരം ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് മാഗ്നറ്റിക് മോണോപോൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡെൽ ഡോട്ട് ബി എന്നുള്ളതും എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈക്വൽ ടു 0 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇതിൽ എൽ എച്ച് സൈഡിലും 0 ആണ്, അതേപോലെ ആർ എച്ച് സൈഡിലും എന്താണ്? 0 ആണ്. അപ്പോൾ നമ്മുടെ ഈ മാത്തമാറ്റിക്കൽ ഐഡൻറ്റിറ്റി ഫാരഡേസ് ലോയിൽ എന്താണ്? വാലിഡ് ആണ്. ഫാരഡേയിൽ അത് പ്രൂവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മുടെ നാലാമത്തെ ലോ, അതായത് ആംബിയസ് ലോ. നമുക്ക് ആംബിയസ് ലോയിൽ എന്ത് ചെയ്യാം? ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആംബിയസ് ലോ. നമ്മുടെ ആംബിയസ് ലോ എന്തായിരുന്നു? ഡെൽ ക്രോസ് ബി ഈക്വൽ ടു മ്യൂ 0 ജെ ആണുള്ള ആംബിയസ് ലോ. ഞാൻ എന്ത് ചെയ്യാണ്? രണ്ട് സൈഡിലും ഡൈവേർജൻസ് അപ്ലൈ ചെയ്യുകയാണേ. ഡൈവേർജൻസ് അപ്ലൈ ചെയ്യണ സമയത്ത് ഡെൽ ക്രോസ് ബി ഈക്വൽ ടു ഡെൽ ഡോട്ട് മ്യൂ 0 ജെ എന്ന് വരും. ഞാൻ അതിന് എന്ത് എഴുതാണ്? മ്യൂ 0നെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. ദെൻ ഡെൽ ഡോട്ട് ജെ. ഈ സൈഡ് നോക്കി, ഈ സൈഡ് എന്താണ്? ഓട്ടോമാറ്റിക്കലി 0 ആയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഡെൽ ഡോട്ട് ജെ, ആ ക്വാണ്ടിറ്റി ഒന്ന് നോക്കിയേ നിങ്ങൾ. ജെ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കറണ്ടാണ്. ഈ ഡെൽ ഡോട്ട് ജെ എല്ലാ കേസിലും 0 ആണോ? നമ്മൾ ഡെൽ ഡോട്ട് ജെ എല്ലാ കേസിലും 0 ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡെൽ ഡോട്ട് ജെ, ഈ ജെ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഒരു സ്റ്റഡി കറണ്ട് ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? ഈ ഡെൽ ഡോട്ട് ജെ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി 0 ആവുള്ളൂ. പക്ഷെ എല്ലാ കേസിലും ആ കറണ്ട് സ്റ്റഡി കറണ്ടായിട്ട് നിൽക്കുമോ? ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ സ്റ്റഡി കറണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു യൂണിറ്റ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ പാസ് ചെയ്യണ കറണ്ട്, എല്ലാ സമയത്തും പാസ് ചെയ്യണ കറണ്ട് ഈക്വൽ ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുക? അതിനെ സ്റ്റഡി കറണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ അവിടെ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തല്ല, വാരി ചെയ്യുന്നില്ലെങ്കിൽ, ഈക്വൽ ചാർജാണ് ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഒരു യൂണിറ്റ് ക്രോസ് സെക്ഷനിലൂടെ പാസ് ചെയ്യണമെങ്കിൽ അതിനാണ് നമ്മൾ സ്റ്റഡി കറണ്ട് എന്ന് പറയുക. പക്ഷേ എല്ലാ കേസിലും കറണ്ട് എന്തായിരിക്കില്ല? സ്റ്റഡി കറണ്ട് ആയിരിക്കില്ല. അതായത് മാഗ്നറ്റോസ്റ്റാറ്റിക്സിൻ്റെ കേസിൽ, മാഗ്നറ്റോസ്റ്റാറ്റിക്സിൻ്റെ കേസിൽ മാത്രമാണ് നമുക്ക് ജെയിനെ സ്റ്റഡി കറണ്ടായിട്ട് പറയാൻ പറ്റുക. അല്ലാത്ത കേസിൽ എന്ത് ചെയ്യും? ഈ കറണ്ട് എന്ത് ചെയ്യും? വാരി ചെയ്യും. ഓക്കെ, അപ്പോൾ ഡെൽ ഡോട്ട് ജെയിനെ നമുക്ക് സിമ്പിളായിട്ട് എന്ത് എഴുതാൻ പറ്റില്ല? 0 ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് ഇപ്പോൾ 0 ആയിട്ട് എഴുതാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്തേ നമുക്ക് എന്ത് ചെയ്യില്ല? നമുക്ക് നേരത്തെ പറഞ്ഞ മാത്തമാറ്റിക്കൽ ഐഡൻറ്റിറ്റി ഈ ഇക്വേഷനിൽ വാലിഡ് ആവുമോ? നമുക്ക് എന്ത് വേണം? രണ്ട് സൈഡിലും 0 വന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഈ മാത്തമാറ്റിക്കൽ ഐഡൻറ്റിറ്റി ആംബിയസ് ലോയിൽ വാലിഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്ത് വന്നു? സ്റ്റഡി കറണ്ടിൻ്റെ കേസിൽ മാത്രമേ ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു 0 ആവുള്ളൂ. പക്ഷെ അതിവിടെ എന്തില്ല? വാലിഡ് ആവില്ല. നമ്മളൊരു ലോ പറയണത് എന്താ? ഒരു ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കണ്ടീഷനിലും ആ ലോ എന്തായിരിക്കണം? ഈക്വലി വാലിഡ് ആയിട്ട് നിൽക്കണം. ആ സമയത്ത് ആണ് മാക്സ്വെല്ലിന് മനസ്സിലായിട്ടുള്ളത് ഈ
ആംബിയസ് ലോ എന്ന് പറയുന്നതിന് ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. സ്റ്റഡി കറണ്ടിൻ്റെ കേസിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആംബിയസ് ലോ വാലിഡ് ആയിട്ട് നിൽക്കുള്ളൂ. ഒരു ടൈം വാരിയിങ് ഫീൽഡാണെങ്കിൽ ഒരു ടൈം വാരിയിങ് ഫീൽഡിൻ്റെ കേസിൽ എന്ത് ചെയ്യില്ല, ആംബിയസ് ലോ നിലനിൽക്കില്ല എന്നുള്ളതായിരിക്കും മനസ്സിലായി. മാക്സ്വെല്ലിന് മനസ്സിലായി. ഇത് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യമാണ്. നമുക്കിതിനെ എന്ത് ചെയ്യാം, തിയററ്റിക്കലി കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമുക്ക് സ്റ്റഡി കറണ്ടാണ് ഇത്, ആംബിയസ് ലോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമ്മൾ മാത്തമാറ്റിക്കലി ആണല്ലോ ഇവിടെ പറഞ്ഞത്. നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഒന്ന് എങ്ങനെയാണ് തിയററ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതും കൂടെ ഒരു എക്സാമ്പിളായിട്ട് എടുത്ത് നോക്കാം. അതിന് വേണ്ടി നമുക്ക് ഒരു ചാർജിങ് ഓഫ് കപ്പാസിറ്റർ നോക്കാം. അതായത് നമുക്ക് ഇവിടെ എന്തുണ്ട്, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലൊന്ന് ആംബിയസ് ലോ അപ്ലൈ ചെയ്ത് നോക്കുക. ഇവിടെ ഞാൻ എടുക്കുന്ന ആംബിയസ് ലോ എന്ന് പറയണത് ആംബിയസ് ലോൻ്റെ ഇൻ്റഗ്രൽ ഫോമാണ്. നമുക്ക് എന്തുണ്ടാകും, ലോസിനൊക്കെ എന്തുണ്ട്, ഡിഫറൻഷ്യൽ ഫോമും ഉണ്ട്, അതേപോലെ തന്നെ ഇൻ്റഗ്രൽ ഫോമും ഉണ്ട്. ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് ആംബിയസ് ലോൻ്റെ ഇൻ്റഗ്രൽ ഫോമാണ്. ആൻഡ് ദ ഇൻ്റഗ്രൽ ഫോം ഈസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ 0 ഐ എൻക്ലോസ്ഡ്. ഇതാണ് നമ്മുടെ ഇൻ്റഗ്രൽ ഫോം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു കണ്ടീഷൻ നോക്കി, നമ്മളിവിടെ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. ആൻഡ് അതിലൂടെ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് വേണ്ടത് ഇതിൽ ആംബിയസ് ലോ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ അതിന് വേണ്ടി എന്ത് ചെയ്യുകയാണിത്, ഇവിടെ ഒരു ആംബീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണേ. ഇതാണ് എൻ്റെ ആംബീരിയൻ ലൂപ്പ് എന്ന് പറയണത്. ഓക്കെ, ഈ നമ്മുടെ ആംബിയസ് ലോ പ്രകാരം ഈ ആംബീരിയൻ ലൂപ്പിൻ്റെ അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു സർഫസ് ഉണ്ടാവുമല്ലോ, ആ സർഫസിനെ പിയേഴ്സ് ചെയ്ത് പോകുന്ന, അതായത് കുത്തിത്തുളച്ച് പോകുന്ന കറണ്ടാണ് ഈ ഐ എൻക്ലോസ്ഡ് എന്ന് പറയണത്. അതായത് ആംബിയർ ലൂപ്പിൻ്റെ സർഫസിലൂടെ പിയേഴ്സ് ചെയ്ത് പോകുന്ന കറണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു ആംബീരിയൻ ലൂപ്പ് ഇങ്ങനെ എടുക്കുകയാണ്. ആൻഡ് അതിൻ്റെ ഒരു സർഫസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യണം, അതിൻ്റെ പ്ലെയിൻ സർഫസ്, നമുക്കൊരു ലൂപ്പ് ഉണ്ടാവും, അതിനെന്തെങ്കിലും ഒരു പ്ലെയിൻ സർഫസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇതിനെ ഇമാജിൻ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിൽ ഒരു സോപ്പ് ബബിൾ എന്ന് ആലോചിക്കാം. നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു എന്തെങ്കിലും റൗണ്ട് സാധനം എടുക്കുകയാണ്, അതിലൂടെ എന്ത് ചെയ്യണം, അത് നമ്മൾ സോപ്പ് ബബിൾ ഉണ്ടാക്കുക. നമ്മൾ ഈ സോപ്പ് സൊല്യൂഷനിൽ നമ്മുടെ ആ ലൂപ്പ് മുക്കിയിട്ട് ഞാൻ ഫസ്റ്റ് എടുത്ത് വെക്കുന്ന സമയത്തെ അതിലാദ്യം ഒരു സർഫസ് ഉണ്ടാവുമല്ലോ, ആ ലൂപ്പിലൂടെ തന്നെയുള്ളൊരു സർഫസ്, അതിൻ്റെ പ്ലെയിൻ സർഫസ്, അതുപോലുള്ളൊരു പ്ലെയിൻ സർഫസാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈ ആംബീരിയൻ ലൂപ്പിൻ്റെ ഈ സർഫസാണ് ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. ഈ സർഫസ് നോക്കിക്കഴിഞ്ഞ് നോക്കിയേ, ഇതിലൂടെ നമ്മുടെ കറണ്ട് പാസ് ചെയ്യണത് ഈ കറണ്ട് എന്ത് ചെയ്യേണ്ടത്, ഇതിലൂടെ പിയേഴ്സ് ചെയ്തിട്ട് കറണ്ട് ഇങ്ങനെ ഇതിലൂടെ പിയേഴ്സ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ആ കറണ്ടിന് ഞാൻ എന്ത് ചെയ്യാണ്, ഐ ആണല്ലോ നമ്മുടെ കറണ്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം, ഫസ്റ്റ് സർഫസിൻ്റെ കേസിൽ, ഫസ്റ്റ് പ്ലെയിൻ സർഫസിൻ്റെ കേസിൽ എനിക്ക് ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ 0 ഐ എന്ന് എഴുതാമല്ലോ. ഇതാണ് ഫസ്റ്റ് സർഫസ്. നമ്മളൊരു ആംബീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിലേത് സർഫസ് എടുത്താലും നമുക്ക് എന്ത് ചെയ്യണം, ഫൈനൽ ആൻസർ കറക്റ്റായിട്ട് കിട്ടണം. ആൻഡ് ആംബീരിയൻ ലൂപ്പ് തന്നെ പല ടൈപ്പ് ഓഫ് ആംബീരിയൻ ലൂപ്പ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഏതൊക്കെ ആംബീരിയൻ ലൂപ്പ് എടുത്താലും അതിലേതൊക്കെ സർഫസ് എടുത്താലും നമുക്ക് ഫൈനൽ ആൻസർ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് സെയിം ആയിട്ട് വരണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഈ സെയിം ആംബീരിയൻ ലൂപ്പിന് തന്നെ ഞാൻ മറ്റൊരു സർഫസ് കൺസിഡർ ചെയ്യുക വിചാരിച്ചു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോപ്പ് ബബിളിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഞാൻ എന്ത് ചെയ്യാണ്, നേരത്തെ പ്ലെയിൻ സർഫസ് ആയിരുന്നു, ഞാൻ അതിലൂടെ ഊതുക വിചാരിച്ചു. ഞാൻ അതിലൂടെ ഊതുന്ന സമയത്ത് ആ സർഫസ് എന്ത് ചെയ്യും, ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമല്ലോ, അതായത് ബബിൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ ബബിൾ ഉണ്ടാകുന്ന സമയത്ത് ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവും, ഇങ്ങനെ എന്ത് ചെയ്യും, നമ്മുടെ സർഫസ് വരും. ഇതാണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്ന സെക്കൻഡ് സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർഫസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇത് നോക്കിയേ, ഇതിൽ ഞാൻ എന്ത് ചെയ്യാണ്, ആംബിയസ് ലോ അപ്ലൈ ചെയ്യാം. അതായത് നമ്മുടെ സെക്കൻഡ് സർഫസ് ആണ്. സെക്കൻഡ് സർഫസിൽ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു നമുക്ക് എന്താ വേണ്ടേ, ഐ എൻക്ലോസ്ഡ് അല്ലേ വേണ്ടേ, അത് പിയേഴ്സ് ചെയ്ത് പോകുന്ന കറണ്ട്. ഇത് നോക്കിയേ, ഈ സർഫസിന്, അതായത് ആ കേർവ്ഡ് ആയിട്ടുള്ള സർഫസിനെ പിയേഴ്സ് ചെയ്തിട്ട് ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ, കറണ്ട് എവിടെ വരെ ഉള്ളൂ, ഈ ഫസ്റ്റത്തെ പാരലൽ പ്ലേറ്റ് വരെ എന്തുള്ളൂ, കറണ്ട് എത്തുന്നുള്ളൂ. ഇവിടുത്തെ ഈ കറണ്ട് ഉണ്ടോ, ആ ഇടയിൽ എന്താണുള്ളത്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അല്ലേ, ഇടയിൽ എന്താ, അവിടെ കണ്ടക്ടറൊന്നുമില്ല, അവിടെ വാക്കുമായിട്ടാണ് കിടക്കണേ. അപ്പോൾ ഇവിടെ എന്തില്ല, ഇവിടെ ആരുമില്ല. അതുകൊണ്ട് തന്നെ കറണ്ട് എന്ത് ചെയ്യുന്നില്ല, വന്നിട്ട് ഈ ഒരു സർഫസിൽ, നമ്മുടെ പാരലൽ പ്ലേറ്റിൻ്റെ ഈ സർഫസിൽ പൈലപ്പ് ചെയ്യാണ്, ഇങ്ങോട്ട് എന്ത് ചെയ്യില്ല, കറണ്ട് പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലൂടെ ഈ സർഫസിലൂടെ ഒരു കറണ്ടും പിയേഴ്സ് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ പിയേഴ്സ് ചെയ്ത് പോകുന്ന കറണ്ട് എന്താണ്, ഇവിടെ 0 ആണ് വരിക. മ്യൂ 0 ഇൻറ്റു 0 വരും. ദെൻ ബി ഡോട്ട് ടി എൽ ഈക്വൽ ടു എന്താണ് നമുക്ക് വരിക, 0 ആ വരിക. അപ്പോൾ നോക്കി, ഫസ്റ്റ് സർഫസ് ഞാൻ കൺസിഡർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ മ്യൂ 0 ആയി എന്നുള്ളതാണ്.
ആൻഡ് സെക്കൻഡ് സർഫസ് നമ്മൾ ആ കേർവ്ഡ് സർഫസ് കൺസിഡർ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ ആൻസർ എന്താണ്? 0 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ്? നമുക്ക് ഏത് ആംബീരിയൻ ലൂപ്പ് എടുത്താലും ഏത് സർഫസ് എടുത്താലും ഫൈനൽ ആൻസർ കറക്റ്റായിട്ട് വരണം. ഈ കേസിൽ അങ്ങനെ കറക്റ്റായിട്ടാണോ വരുന്നത്? ഇതെന്തല്ല അപ്പോൾ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ആംബിയസ് ലോ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, നിൽക്കുന്നില്ല. ഏതിൻ്റെ കേസിൽ? ഒരു ചാർജ് പൈലപ്പ് ചെയ്യുന്ന കേസിൽ എന്ത് ചെയ്യുന്നില്ല, ആംബിയസ് ലോ വാലിഡ് അല്ല. എവിടെ മാത്രമേ ആംബിയസ് ലോ വാലിഡ് ആയിട്ടുള്ളൂ? ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ മാത്രമേ നിലവിലുള്ള ആംബിയസ് ലോ വാലിഡ് ആയിട്ടുള്ളൂ. ഒരു ടൈം വാരിയിങ് ആയിട്ടുള്ള കണ്ടീഷനിലോ അതേപോലെ ചാർജ് പൈലപ്പ് ചെയ്യുന്ന കണ്ടീഷനിലോ എന്തല്ല, ആംബിയസ് ലോ വാലിഡ് അല്ല. ഇതാണ് നമുക്ക് മാത്തമാറ്റിക്കലും അതേപോലെ തന്നെ തിയററ്റിക്കലിയും ആംബിയസ് ലോയിലുള്ള ഇൻകൺസിസ്റ്റൻറ്റി എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇനി മാക്സ്വെൽ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻകൺസിസ്റ്റൻസി കിട്ടിയല്ലോ, നമ്മൾ അതിന് എന്ത് ചെയ്യണം? നമ്മൾ അതിനെ സോൾവ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഫോമിൽ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടത്. അങ്ങനെ മാക്സ്വെൽ എങ്ങനെയാണ് ഈ ഇക്വേഷൻ്റെ ഈ ഇൻകൺസിസ്റ്റൻസിനെ മോഡിഫൈ ചെയ്ത് ആംബിയസ് ലോനെ മോഡിഫൈ ചെയ്ത് കറക്റ്റായിട്ടുള്ളൊരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തതെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത്. നിലവിൽ നമ്മൾ എൻകൗണ്ടർ ചെയ്ത പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സ്വെൽ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് കണ്ടിന്യൂറ്റി ഇക്വേഷനാണ്. എന്തായിരുന്നു കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയണത്? നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു മൈനസ് ഡോറോ ബൈ ഡോട്ടി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? ഇതിനാണ് നമ്മൾ എന്ത് പറയുക? നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുക. എന്താണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ? എന്താ ഈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്യണത്? ചാർജ് കൺസർവേഷൻ ആയിരുന്നല്ലോ. അതായത് ഇതിനാണ് നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുക. ആൻഡ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താ എക്സ്പ്ലെയിൻ ചെയ്യണത്? കൺസർവേഷൻ ഓഫ് ചാർജ്. എന്താണ് കൺസർവേഷൻ ഓഫ് ചാർജ്? ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് മാക്സ്വെൽ എന്ത് ചെയ്തത്? നമ്മുടെ പ്രോബ്ലം ഫിക്സ് ചെയ്ത്. എങ്ങനെയാണ് ഫിക്സ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു മൈനസ് ഡോറോ ബൈ ഡോട്ടി ആണല്ലോ. നമുക്കിതിൽ ഈ ഇക്വേഷനിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? നമ്മുടെ ഫസ്റ്റ് പഠിച്ചൊരു ഗോസ് ലോ ഉണ്ടല്ലോ, ആ ഗോസ് ലോനെയും കൂടി ഞാൻ എന്ത് ചെയ്യാണ്? ഇതിലേക്ക് അപ്ലൈ ചെയ്യാണ്. എന്നായിരുന്നു നമ്മുടെ ഗോസ് ലോ എന്ന് പറയുന്നത്? ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. റോ എന്തായിരുന്നു? നമ്മുടെ ചാർജ് ഡെൻസിറ്റി. ഈ റോയിനെ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? റോ ഈക്വൽ ടു ഡെൽ ഡോട്ട് ഇ ഇൻറ്റു എപ്സിലോൺ 0 എന്ന് എഴുതാമല്ലോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഈ റോയിനെ ഈ ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു മൈനസ് ഡോറോ ബൈ ഡോട്ടി എന്ന് പറയാം കണ്ടിന്യൂറ്റി ഇക്വേഷനിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? ഇതിനെ അപ്ലൈ ചെയ്യാണ്. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താ വരിക? ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോട്ടി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോട്ടി ഓഫ് ഡെൽ ഡോട്ട് ഇ. ഡെൽ ഡോട്ട് ഇ ഇൻറ്റു എപ്സിലോൺ 0 എങ്ങനെ വരും? ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോട്ടി എപ്സിലോൺ 0 ഇൻറ്റു ഡെൽ ഡോട്ട് ഇ എന്ന് വരും. ഇതിന് ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡോ ബൈ ഡോട്ടി എന്ന് പറയുന്ന ടേമും അതേപോലെ ഡെൽ എന്ന് പറയുന്ന ടേമും എന്ത് ചെയ്യാം? നമുക്ക് ഇൻ്റർചേഞ്ചബിൾ ആണ്. അപ്പോൾ അത് ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഇതിനൊന്നും മാറ്റി എഴുതാം. അങ്ങനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ മൈനസ് ഡെൽ ഡോട്ട് എപ്സിലോൺ 0 ഇൻറ്റു ഡോ ഇ ബൈ ഡോട്ടി. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷനെ ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. ഇതിൽ ഞാൻ നമ്മുടെ റൈറ്റ് ഹാൻഡിലുള്ള ടേമിന് എന്ത് ചെയ്യാണ്? ലെഫ്റ്റ് ഹാൻഡിലേക്ക് കൊണ്ടുവരുവാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നോക്കി രണ്ട് സ്ഥലത്ത് എന്താണ് ഡെൽ ഡോട്ട് ടേംസ് ഉള്ളത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? അതിന് ഒരുമിച്ച് എഴുതാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് എഴുതുന്ന സമയത്ത് ഡെൽ ഡോട്ട് ജെ പ്ലസ് എപ്സിലോൺ 0 ഇൻറ്റു ഡോ ഇ ബൈ ഡോട്ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആംബിയസ് ലോയിൽ ജെ എന്ന് പറയുന്ന ടേമിന് പകരമായിട്ടാണ് ഞാൻ എന്ത് എഴുതാൻ പോകുന്നത്? ഡെൽ ഡോട്ട് ജെ പ്ലസ് എപ്സിലോൺ 0 ഇൻറ്റു ഡോ ബൈ ഡോട്ടി ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു 0. ഈ ഒരു ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യാണ്? നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ആംബിയസ് ലോയ്ക്ക് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ഡെൽ ക്രോസ് ബി ഈക്വൽ ടു എന്തായിരുന്നു? മ്യൂ 0 ജെ ആയിരുന്നല്ലോ. ആ മ്യൂ 0 ജെക്ക് വരെ എന്ത് ചെയ്യാണ്? ഞാൻ ജെ പ്ലസ് എപ്സിലോൺ 0 ഇൻറ്റു ഡോ ഇ ബൈ ഡോട്ടീനെ അപ്ലൈ ചെയ്യുകയാണ്. ജെ പ്ലസ് എപ്സിലോൺ 0 ഇൻറ്റു ഡോ ഇ ബൈ ഡോട്ടി ആൻഡ് ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്? സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരും? മ്യൂ 0 ജെ പ്ലസ് മ്യൂ 0 എപ്സിലോൺ 0 ഇൻറ്റു ഡോ ഇ ബൈ
ഡോട്ട് ടി എന്ന് വരും. ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള മാക്സ്വെല്ലിൽ കറക്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ആംബിയസ് ലോ എന്ന് പറയുന്നത്. ഇതിൽ നോക്കുന്ന സമയത്ത് നേരത്തെ ഇക്വേഷനിൽ കൂടുതലായിട്ട് ഒരു ടേം ഇവിടെ വന്നിട്ടുണ്ട്, μ0 ε0 ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി. നമുക്ക് ഈ ടേം എന്താണെന്നാണ് ഇനി നോക്കാനുള്ളത്. ഓക്കെ, ഈ ടേമിനെ മാക്സ്വെല്ലിൽ വിളിച്ചിട്ടുള്ളത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്നാണ്. അതായത് ഈ ε0 ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി എന്ന് പറയുന്ന ടേം, അതിന് എന്താ വിളിച്ചത്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. നിങ്ങൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്ന സമയത്ത് ഒരു തരത്തിലും നമ്മുടെ നോർമൽ കറണ്ടെന്നായിട്ട് എന്ത് ചെയ്യരുത്, ഇതിനെ മാറിപ്പോകരുത്. നോർമൽ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നോർമലായിട്ട് നമ്മുടെ കറണ്ട് വാരി ചെയ്യുന്ന സമയത്ത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ടാണ് നമ്മുടെ നോർമൽ കറണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്ന സമയത്തോ അത് നമ്മുടെ ചാർജ് വാരിയേഷൻ കൊണ്ട് ഉണ്ടാകുന്നതാണോ? അല്ലല്ലോ. ഇത് നോക്കി, ഇവിടെ ആരാ വാരി ചെയ്യണേ? ഇലക്ട്രിക് ഫീൽഡാണ് ഇവിടെ വാരി ചെയ്യണത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വാരി ചെയ്യുന്നതിനനുസരിച്ച് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് നമുക്കതിനെ എന്ത് ചെയ്യാം? ജെ ഡി എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാറ്. നമുക്കിവിടെ ഒന്ന് എഴുതി നോക്കാം. ജെ ഡി ഈക്വൽ ടു ε0 ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കി, നിങ്ങൾ മാത്തമാറ്റിക്കലി എന്ത് ചെയ്തു? കണ്ടിന്യൂറ്റി ഇക്വേഷൻ വെച്ചിട്ട് നമ്മുടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്തു. പക്ഷെ നമ്മൾ നേരത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് തിയററ്റിക്കലി കൂടി എന്തുണ്ട്? നമ്മൾ ആ കപ്പാസിറ്ററിൻ്റെ പ്രോബ്ലം വെച്ചിട്ട് ഒരു ഇൻകൺസിസ്റ്റൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? തിയററ്റിക്കലി കൂടെ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്? അതിന് വേണ്ടിയിട്ട് ആ കപ്പാസിറ്റർ പ്രോബ്ലം ഒന്നുകൂടെ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ടാവും, ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ടാവും. ഓക്കെ, ഈ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഇക്വേഷൻ എന്താണ്? E ഈക്വൽ ടു സിഗ്മ ബൈ ε0. ഇതായിരുന്നു നമ്മുടെ കപ്പാസിറ്ററിൻ്റെ ഇടയിലുള്ള നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്? ഈ സിഗ്മ എന്ന് വെച്ചാൽ എന്താ? അവിടുത്തെ ചാർജ് ഡെൻസിറ്റി ആണല്ലോ. ഈ സിഗ്മേനെ ഞാൻ എന്ത് ചെയ്യാണ്? Q/A എന്ന് എഴുതുക. അതായത് സിഗ്മ എന്താണ്? നമ്മുടെ സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്, കാരണം പാരലൽ പ്ലേറ്റ് ആണല്ലോ. അപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റിനെ ഞാൻ എന്ത് ചെയ്യാണ്? Q/A എന്ന് എഴുതുകയാണേ. സിഗ്മ വിൽ ബി ഈക്വൽ ടു Q/A. എന്താണ് Q വെച്ചാൽ എന്താ? ടോട്ടൽ ചാർജ് അവിടുത്തെ. അപ്പോൾ Q/ε0 ഇൻറ്റു A എന്ന് എനിക്ക് എഴുതാൻ പറ്റും. അത് ഞാൻ എന്ത് ചെയ്യാണ്? രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കുക, ടൈം ഡെറിവേറ്റീവ് എടുക്കുകയാണേ. ടൈം ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ഡോ ഇ ബൈ ഡോ ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് Q/ε0 ഇൻറ്റു A എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ആൻഡ് ഇതിൽ നമുക്ക് കഴിഞ്ഞാൽ 1/ε0A ഇൻറ്റു ഡി ക്യൂ ബൈ ഡി ടി. ഈ ഡി ക്യൂ ബൈ ഡി ടി എന്ന് വെച്ചാൽ എന്താ? ചാർജിൻ്റെ ടൈം ഡെറിവേറ്റീവ്. ചാർജിൻ്റെ ടൈം ഡെറിവേറ്റീവിനല്ലേ നമ്മൾ കറണ്ട് എന്ന് വിളിക്കാറ്. അപ്പം ഡി ക്യൂ ബൈ ഡി ടി എന്താണ് ഇവിടെ? ഡി ക്യൂ ബൈ ഡി ടി വിൽ ബി ഈക്വൽ ടു ഐ ആണ്. അപ്പോൾ സോ നമുക്ക് എന്ത് എഴുതാം? I/ε0 ഇൻറ്റു A എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡോ ബൈ ഡോ ടി ഈക്വൽ ടു I/ε0 ഇൻറ്റു A എന്ന് വരും. ആൻഡ് ഞാൻ അതിൽ I ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണേ. I ഈക്വൽ ടു എന്താ വരിക? ε0 ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി ഇൻറ്റു A എന്ന് എഴുതുകയാണ് ഞാൻ. ഇതാണ് നമുക്ക് എന്ത് കിട്ടുക? അവിടെ എൻക്ലോസ് ചെയ്യപ്പെട്ട കറണ്ടിൻ്റെ ഒരു ഇക്വേഷനായിട്ട് നമുക്കിവിടെ വരാൻ പോകുന്ന ഇതാണ്. ഓക്കെ, ഈ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ആംബിയസ് ലോ ഉണ്ടായിരുന്നല്ലോ, അതായത് ഇൻ്റഗ്രൽ ഫോം ഓഫ് ആംബിയസ് ലോ, അതിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇൻ്റഗ്രൽ ഫോം ഓഫ് ആംബിയസ് ലോ എന്തായിരുന്നു? ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 I അല്ലേ? നമുക്കിപ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ട്? I കിട്ടിയിട്ടുണ്ട്. ആ I എന്ന് പറയണത് μ0 ഇൻറ്റു I എൻക്ലോസ്ഡ് പ്ലസ് ε0 ഇൻറ്റു ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ഇക്വേഷൻ ഇല്ലേ, ഇതാ ε0 ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി ഇൻറ്റു A. അത് ഞാൻ എന്ത് ചെയ്യാണ്? ഡി എൻ്റെ ടേംസിൽ ഒരു ഇൻ്റഗ്രൽ ആയിട്ട് എന്ത് ചെയ്യാണ്? ഈ ടേമിനെ മാറ്റി എഴുതുകയാണ്. അങ്ങനെ മാറ്റി എഴുതുന്ന സമയത്ത് എനിക്ക് കിട്ടുക ε0 ഇൻറ്റു ഇൻ്റഗ്രൽ ഡോ ഇ ബൈ ഡോ ടി ഇൻറ്റു ഡി എ. ഈ ഐ എൻക്ലോസ്ഡ് എന്താ? നമ്മുടെ വരുന്ന കറണ്ടാണ്.
അപ്പോൾ വരുന്ന കറണ്ട് ആൻഡ് പ്ലസ് എന്ത് വന്നു, എപ്സിലോൺ 0 ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി ഇൻറ്റു ഡി എ വന്നു. ഇനി നമ്മളൊന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാണ്, സ്പ്ലിറ്റ് എഴുതി നോക്കുകയാണ്. മ്യൂ 0 ഐ എൻക്ലോസ്ഡ് പ്ലസ് മ്യൂ 0 എപ്സിലോൺ 0 ഇൻറ്റു ഇൻ്റഗ്രൽ ഡോ ഇ ബൈ ഡോ ടി ഇൻറ്റു ഡി എ. ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ആംബിയസ് ലോയിൻ്റെ ഇൻ്റഗ്രൽ ഫോം. ഇത് നോക്കിയേ, ഇലക്ട്രിക് ഫീൽഡ് വാരി ചെയ്യുന്ന സ്ഥലത്ത് എന്താ ഈ ടേം അഡീഷനായിട്ട് വരും. ഇനി ഇൻ കേസ് ഇലക്ട്രിക് ഫീൽഡ് വാരി ചെയ്യണില്ല, അതായത് ചാർജ് പൈലപ്പ് ചെയ്യാത്തൊരു കണ്ടീഷനിൽ നമ്മൾ നോക്കണം, മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ മാത്രമായിട്ടൊക്കെ നമ്മൾ ഡീൽ ചെയ്യുകയാണ് വിചാരിച്ചോ. ആ സമയത്ത് ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, മ്യൂ 0 ഈ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആൻഡ് ഇൻ കേസ് ടൈം വാരിങ് ഫീൽഡ് വരുവാണെങ്കിൽ ഈ ടേം കൂടെ എക്സ്ട്രാ വരും. ഓക്കെ, ഇങ്ങനെയാണ് മാക്സ്വെൽ നമ്മുടെ ആംബിയസ് ലോയിൽ ഇൻകൺസിസ്റ്റൻസി മാറ്റിയത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ മാത്രമാണ്, ഒരു സ്റ്റാറ്റിക് ഫീൽഡിൻ്റെ കേസിൽ മാത്രമാണെങ്കിൽ നമുക്ക് എന്ത് മതിയായിരുന്നു, നമ്മൾ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആംബിയസിലും അതേപോലെ തന്നെ വാലിഡ് ആണ്. പക്ഷെ ഒരു ടൈം വാരിയിങ് കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു എക്സ്ട്രാ ടേം, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയണം, ഒരു എക്സ്ട്രാ ടേമും കൂടെ നമ്മുടെ ഇക്വേഷനിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആ ടേമാണ് ഇതാ ഇൻ്റഗ്രൽ ഫോമിൽ നമുക്ക് ഇങ്ങനെയായിട്ടും ആൻഡ് ഡിഫറൻഷ്യൽ ഫോമിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡോ ഇ ബൈ ഡോ ടി ഇൻറ്റു എപ്സിലോൺ 0 പറഞ്ഞിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മാക്സ്വെല്ല് നമ്മുടെ ആംബിയസ് ലോ ഫിക്സ് ചെയ്ത സമയത്ത് നമുക്കൊരു പുതിയ കാര്യം കൂടെ, പുതിയൊരു കൺസെപ്റ്റ് കൂടെ അവിടെ ഡിറൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്താണ് ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മളെ ഫാരഡേസ് ലോയിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ വൈസ് വേഴ്സയായിട്ട്, അതായത് ഒരു ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഈ മാക്സ്വെല്ല് ആംബിയസ് ലോ ഫിക്സ് ചെയ്ത സമയത്ത് അവിടെ വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ എന്ത് ചെയ്യണം അതിന് വേണ്ടിയിട്ട്, നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത നമ്മുടെ ഡിഫറൻഷ്യൽ ഫോം ഉണ്ടായിരുന്നല്ലോ, ഡെൽ ക്രോസ് ബി ഈക്വൽ ടു എന്താ വരിക, മ്യൂ 0 ജെ പ്ലസ് മ്യൂ 0 എപ്സിലോൺ 0 ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി. ഇത് നോക്കിയേ, ഈ ഫസ്റ്റ് ടേം നോക്കിയേ, മ്യൂ 0 ജെ ഈക്വൽ ടു ഡെൽ ക്രോസ് ബി ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഒരു കറണ്ട് എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. പക്ഷെ ഒരു ടേമും കൂടി വന്നല്ലോ ഇവിടെ, ഡോ ഇ ബൈ ഡോ ടി, അതായത് ഒരു ടൈം വാരിയിങ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടേം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആഡ് ചെയ്യപ്പെടുന്നതിൻ്റെ മീനിങ് എന്താണ്, ഒരു ടൈം വാരിയിങ് ഇലക്ട്രിക് ഫീൽഡിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ഡിറൈവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെ ഇൻഡ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. അതാണ് നമ്മൾ എന്ത് പഠിച്ചിട്ടുള്ളത്, ആംബിയസ് ലോന്ന് നമുക്ക് കിട്ടുന്ന ഒരു പുതിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അപ്പോൾ എങ്ങനെയാണോ ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഒരു ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ആരെയും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡിനെയും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് കോംപ്രഹെൻസ് ചെയ്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി regenerated in two ways, that is one by electric current and one by varying electric field. Okay, and a changing electric field induces a magnetic field. Okay, എന്ത് ചെയ്യും, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ഇൻഡ്യൂസ് ചെയ്യും. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആംബിയസ് ലോനെ ഫിക്സ് ചെയ്തു. ഈ ആംബിയസ് ലോനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ലോസും ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ ലോസിനെയും ഈ മാക്സ്വെല്ലിൻ്റെ കമ്പൈലേഷനും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. ആ മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഈ ഗോസ്ലോ എന്ത് ചെയ്യും, ഗോസ്ലോയ്ക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല, ഡെൽ ഡോട്ട് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. ആൻഡ് ഞാൻ അതിൻ്റെ ഇൻ്റഗ്രൽ ഫോമും കൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0. ആൻഡ് രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ ഗോസ്ലോ ഇൻ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് കൂടെ ഇതിനെ വിളിക്കാം കേട്ടോ. ആൻഡ് ഇതെന്തായിരുന്നു, നമ്മുടെ മാഗ്നറ്റോ മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന കൺസെപ്റ്റ്. And that is del dot b equal to 0, and in integral form it can be written as integral b dot dA equal to 0. And മൂന്നാമത്തെ എന്തായിരുന്നു, നമ്മുടെ ഫാരഡേസ് ലോ. ഫാരഡേസ് ലോ എന്താ പറയണത്, ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡിനെ ഇൻഡ്യൂസ് ചെയ്യും. ആൻഡ് ഡെൽ ക്രോസ് ബി ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ആൻഡ് അതിൻ്റെ ഇൻ്റഗ്രൽ ഫോമിൽ ഇൻ്റഗ്രൽ എ ഡോട്ട് ഡി എൽ ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഡോ ബി ബൈ ഡോ ടി ഇൻറ്റു ഡി വരും. ആൻഡ് ദ ഫൈനൽ വൺ നമ്മുടെ കറക്റ്റഡ് ആംബിയസ് ലോ. ഓക്കെ, കറക്റ്റഡ് ആംബിയസ് ലോ എന്താ വരിക, ഡെൽ ക്രോസ് ബി ഈക്വൽ ടു മ്യൂ 0 ജെ പ്ലസ് മ്യൂ 0 ഇൻറ്റു എപ്സിലോൺ 0 ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി.
ആൻഡ് ഇൻ്റഗ്രൽ ഫോം എന്താ അതിൻ്റെ? ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ സീറോ ഐ എൻക്ലോസ്ഡ് പ്ലസ് മ്യൂ സീറോ എപ്സിലോൺ സീറോ ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി. ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള മാക്സ്വെൽ ഇക്വേഷൻ. ഈ മാക്സ്വെൽ ഇക്വേഷൻ, ഈ 4 ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിലെ കംപ്ലീറ്റ് സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ എന്താ ചെയ്തത് ഇപ്പോൾ എല്ലാത്തിനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു യൂണിഫൈഡ് ആയിട്ട് അതിനൊരു സിംഗിൾ ഫ്രെയിം വർക്കിലേക്ക് കൊണ്ടുവന്നു. ഇതാണ് നമ്മുടെ മാക്സ്വെല്ലിൻ്റെ കറക്ഷൻ എന്ന് പറയുന്നത്, മാക്സ്വെൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമുക്കിതിലൊരു സെക്കൻഡ് കൺസെപ്റ്റായിട്ട് പറയാൻ പറ്റുന്നത്, സെക്കൻഡ് കൺസെപ്റ്റ് അല്ല, ഇതിൻ്റെ ഒരു കേസ് എന്ന് പറയാൻ പറ്റുന്നതാണ് മാക്സ്വെൽസ് ഇക്വേഷൻ ഫ്രീ സ്പേസ് എന്ന് പറയുന്നത്. അതായത് ഫ്രീ സ്പേസ് എന്ന് വെച്ചാൽ എന്താ? ഒന്നുമില്ലാത്തൊരു സ്ഥലം. എനിക്ക് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ നമുക്ക് അതിന് എന്താ പറയാം? വാക്വം എന്ന് പറയാം. ഈ വാക്വത്തിൽ ഫ്രീ സ്പേസിൽ ആരുണ്ടാവില്ല? ചാർജ് ഉണ്ടാവുമോ? ചാർജ് ഉണ്ടാവില്ല. അതേപോലെ ആരും ഉണ്ടാവില്ല. കറണ്ട് ഉണ്ടാവുമോ? ചാർജും ഉണ്ടാവില്ല, കറണ്ടും ഉണ്ടാവില്ല. ഓക്കെ, ഈ ചാർജും ഇല്ല, കറണ്ടും ഇല്ല. ആ സമയത്ത് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന മാക്സ്വെൽ ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതേണ്ടി വരുമല്ലോ. അങ്ങനെ മാറ്റി എഴുതേണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഇക്വേഷൻ ഉണ്ടാവുക? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം നമുക്ക് ഫസ്റ്റ് ഗോസ് ലോയിൽ നിന്ന് മാറ്റി എഴുതി വെക്കാം. ഫസ്റ്റത്തെ ഗോസ് ലോ എന്തായിരുന്നു? ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ സീറോ ആയിരുന്നു. പക്ഷെ എവിടെ എന്തില്ല? ഫ്രീ സ്പേസിൽ ചാർജ് ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. ആ നെക്സ്റ്റത്തെ തിയർ എന്തായിരുന്നു? നെക്സ്റ്റ് ലോ എന്തായിരുന്നു? നമ്മുടെ ഗോസ് ലോ ഇൻ മാഗ്നറ്റോസ്റ്റാറ്റിക്സ്. അതെന്തായിരുന്നു? ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു സീറോ തന്നെയായിരുന്നു. അതിലെന്തില്ല? ചേഞ്ചസ് ഒന്നുമില്ല. ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു സീറോ തന്നെ. മൂന്നാമത്തെ എന്തായിരുന്നു? നമ്മുടെ ഫാരഡേസ് ലോ ആയിരുന്നു. ഫാരഡേസ് ലോ നോക്കിയേ, ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഇതൊരു എന്തില്ല? ചേഞ്ചസ് ഒന്നുമില്ല. അത് നമ്മുടെ നാലാമത്തെ ലോ ആംബിയസ് ലോ. ആംബിയസ് ലോൻ്റെ കേസിൽ ഡെൽ ക്രോസ് ബി ഈക്വൽ ടു എന്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? മ്യൂ സീറോ ജെ പ്ലസ് മ്യൂ സീറോ എപ്സിലോൺ സീറോ ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി ആയിരുന്നല്ലോ. ജെ അവിടെ ഉണ്ടാവുമോ? കറണ്ട് ഉണ്ടാവുമോ ഫ്രീ സ്പേസിൽ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ടേമിനെ നമുക്ക് ഒഴിവാക്കാം. ആ ടേമിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് വരിക മ്യൂ സീറോ എപ്സിലോൺ സീറോ ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി ആയിരിക്കും. ഇത് നോക്കിയേ, ഫ്രീ സ്പേസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടൈം വാരിയിങ് ഫീൽഡ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? എക്സിസ്റ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ഈ ഫ്രീ സ്പേസിലുള്ള ഈ മാക്സ്വെൽ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ കൺസെപ്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വരുന്ന ക്ലാസ്സസിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ശ്രദ്ധിക്കുക, ഈ മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയുന്നത്, അതായത് മോഡിഫൈഡ് ആംബിയസ് ലോ ആൻഡ് മാക്സ്വെൽ കറക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഫസ്റ്റ് മൊഡ്യൂളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണിത്. ഇത് നിങ്ങൾ ഏത് പേപ്പർ എടുത്ത് നോക്കിയാലും, ഏത് പ്രീവിയസ് പേപ്പർ എടുത്ത് നോക്കിയാലും ഒരു ക്വസ്റ്റ്യൻ, അത് ഏതോ സെക്ഷനിലായിക്കോട്ടെ, ചിലപ്പോൾ എസ്സേയിലായിരിക്കാം, ചിലപ്പോൾ ഷോർട്ട് ആൻസറിലായിരിക്കാം, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേയിലായിരിക്കാം, ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഡെഫിനറ്റായിട്ട് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഡെറിവേഷൻ അതുപോലെ ഈ കൺസെപ്റ്റ് എന്തായാലും പഠിച്ചു വെക്കുക.